ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ഒത്തിരി നാൾക്ക് ശേഷം വ്ളോഗ് ഇടുകയാണ്. ആൻഡ് ഇടുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു വീഡിയോ ഷൂട്ടിന് വേണ്ടി വന്നതാണ്. പക്ഷേ പറയാതിരിക്കാൻ പോയ അടിപൊളി സ്ഥലം രാമക്കമേടിലുള്ള എന്തായിരുന്നു കാറ്റാടിപ്പാടം എന്ന് പറഞ്ഞ സ്പോട്ടിലാണ്. എൻ്റെ ബാക്കിലൊക്കെ കാണുന്നത് കാറ്റാടിപ്പാടാണ്. ദേ അവിടെ എല്ലാവരും നിൽപ്പുണ്ട്. സോ ഞാൻ ഈ ബ്യൂട്ടിഫുൾ സ്ഥലമായപ്പം എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ അജു ഒക്കെ ഉണ്ട്, പക്ഷെ അവരൊക്കെ നല്ല ഉറക്കമാണ്. ഞങ്ങൾ മാത്രം ഷൂട്ടിൻ്റെ ഉള്ളതുകൊണ്ട് വേഗം എടുത്ത് റെഡിയായി വന്നു. സോ അടിപൊളി, കൊള്ളാം, നല്ല വ്യൂ ആണ് ഗൈസ്. ഇന്നലെ നമ്മൾ എത്തി. അപ്പം രാവിലെ ഒരു 5:45 ആയപ്പോൾ എണീറ്റ് സൺറൈസ് കാണാൻ വേണ്ടി വന്നതാണ്. അയ്യോ അടിപൊളി സ്ഥലം. നമ്മൾ ക്യാമ്പ് നല്ലല്ലോ, ടെൻറ്റ് സ്റ്റേയിൽ നിൽക്കുന്നത് മറ്റേ എന്തായിരുന്നു ടെൻഡർവുഡി എന്ന് പറയുന്ന ഒരു ഈ ഇപ്പുറത്തെ ചേട്ടൻ്റെ ഒരു പ്രോപ്പർട്ടിയിലാണ്. സോ അതൊക്കെയാണ് വിശേഷം. അയ്യോ കാണത്തില്ലല്ലോ, ഈ ബാക്കിലേക്ക് ബ്ലൂ സ്കൈ ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ, നല്ല സൂപ്പറായിട്ടുണ്ട്. പക്ഷേ രാവിലെ ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പോൾ ഇച്ചിരി കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തണുപ്പ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ നിങ്ങളെ പോകെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ജിത്തുവിൻ്റെ ഫോട്ടോഷൂട്ടാണ് ഗൈസ്. വ്യൂ നോക്ക് ഗൈസ്, അയ്യോ പൊളി 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 വ്യൂ നോക്ക്. ഇത് നമ്മുടെ തലേൻ്റെ ചുട്ടിൽ പക്കത്തായിട്ട് കാറ്റാടി. വാവ്, അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഒത്തിരി നാൾക്ക് ശേഷമാണ് ഗൈസ് ഞാൻ ട്രിപ്പ് പോകുന്നത്. ഒരു ഹെക്ടിക് ലൈഫിൽ നിന്ന് ഞാൻ ട്രിപ്പ് പോകുകയാണ്. ട്രിപ്പ് വന്നിരിക്കുകയാണ്. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് അരുൺ, നമ്മുടെ സ്റ്റേയുടെ ഓൾ ഇൻ ലോൺ. ദിസ് ഈസ് അരുൺ, നമ്മുടെ ടെൻഡർവുഡിയിലെ മെയിനാണ്, ഓൾ ഇൻ ഓൾ ആണ്. ഇച്ചിരി ക്യാമറ ഷൈ ആണെന്ന് തോന്നുന്നു, ക്യാമറമാൻ ആണെങ്കിലും ക്യാമറ ഷൈ ആണ്. സോ ആളാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെയൊക്കെ ആള് വഴിയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഗൈസ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വരണമെങ്കിൽ ഡു കോണ്ടാക്ട് ടെൻഡർവുഡി, ഞാനിവിടെ കൊടുത്തേക്കാം. അടിപൊളി സ്ഥലമൊക്കെ നമ്മൾ കാണിച്ചു തരും രാമക്കമേടിലെ. അയ്യോ എന്നുവെച്ചാൽ എല്ലാവരും വരാത്ത സ്പോട്ടുകളൊക്കെ കാണിച്ചു തരും. അടിപൊളിയാട്ടോ, അടിപൊളി ഗൈസ്. ദേ ഇവിടെ ഓടി നടന്ന് ഷൂട്ട് നടക്കുന്ന നമ്മളെന്തിനാ വന്നേ? പെങ്കുംകുട്ടാ, ഇതിനൊരു അന്തിയില്ല ഗൈസ്. ചുളുവി കുറച്ച് ഫോട്ടോയെ ഒപ്പിച്ച് ജിത്ത്. നമുക്ക് ജീപ്പ് സ്റ്റാൻഡിൽ പോയി അവനെ കൊണ്ട് ചായ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ചായ കുടിക്കാൻ പോകുകയാണെന്നാണ് ഈ അരുൺ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതെ, ചേട്ടാന്ന് വിളിക്കാനാ വന്നേ. ഒരു സെക്കൻഡ് ഞാൻ ആലോചിച്ചു, ഇനിയിപ്പോ ഇഷ്ടപ്പെട്ടില്ല. സോറി ഗൈസ്, ഞാൻ ബഹുമാനത്തോടെ ചാട്ടാന്ന് വിളിച്ചതാണ്. പക്ഷെ എന്നോട് മനഃപൂർവ്വം വേണ്ടാന്ന് പറഞ്ഞ് ഇതാക്കിയതാണ്. എല്ലാ ബ്ലോഗിലിടും. അവിടെ അല്ലേ? അതെ ശരി, ആമയെ പോലെ ഇരിപ്പുണ്ടല്ലേ? അതല്ലേ അങ്ങനെ ഇടുക്കില്ലേ, അതുവഴി ഇങ്ങനെ കയറി ഇറങ്ങിപ്പോ അടിപൊളിയാ. നമ്മളിങ്ങനെ കിടന്നിട്ട് തെന്നി വേണം പോവാൻ അപ്പുറ സൈഡെത്തണെങ്കിൽ. ശരി, അതെ ജിത്ത് നോക്ക്, അവിടെ നോക്ക്, അമ്മപ്പാറ കണ്ടോ? ശരിയല്ലേ, അമ്മയെ പോലെ തന്നെ ഇരിപ്പുണ്ട്. അമ്മപ്പാറ. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇതാ നമ്മുടെ ഇവിടുത്തെ ടൗണിൽ വന്നിരിക്കുകയാണ്, രാമക്കൽമേട്. ഇവിടെ രാവിലത്തെ ചർച്ചയാണ് കഴിച്ചത്, വാർത്താ ചർച്ച. ബൂസ്റ്റും കൂടെ കുടിക്കണം ഗൈസ്. കൊള്ളത്തില്ല.
ഏത്തക്കാപ്പം സൂപ്പറായിരുന്നു, പക്ഷേ ബൂസ്റ്റ് കൊള്ളത്തില്ല. ഗൈസ് തിരിച്ച് ഞങ്ങൾ നമ്മുടെ സ്റ്റേയിൽ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെറ്റപ്പ് റോഡാണ്, കാടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമാണ്. നമ്മളൊരു കൂരാക്കൂരി ഇരുട്ടിലോട്ടാണ്. ഇന്നലെ രാത്രിയിൽ ഇരുട്ടിലാണ് വന്നത്. നമുക്ക് പന്നീനെ കാണാം, മലമ്പാമ്പിനെ കാണാം, അട്ടനെ കടിക്കാം. അട്ട നാശം നമ്മളെ കടിക്കാം. പക്ഷേ നൈസാട്ടോ. പക്ഷെ ഇപ്പം ഉള്ള ഒരു സ്റ്റാമിന ആയിരിക്കില്ല പൊക്കെ തരുമ്പോൾ വീഡിയോയിൽ നിറയുമ്പോഴത്തേക്ക് വന്ന് കാണും. കാണിക്കാം ഗൈസ്, കാട് ഗൈസ്. നമ്മളിങ്ങനെ കാടുകൾ താണ്ടി മലകൾ താണ്ടി ഗൈസ് ചത്ത് ചത്ത് ഈ പുള്ളി എസ്തെറ്റിക് വീഡിയോ എടുത്തോളൂ ഗൈസ്. ഒത്തിരി നടന്നു കയറ്റം. അയ്യോ, എന്നെപ്പോലെ ശ്വാസം മുട്ടുള്ളവർ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. പക്ഷെ വരണം, ബിക്കോസ് ഈ ഒരു നേച്ചർ അനുഭവിക്കണമെങ്കിൽ, കാട് അനുഭവിക്കണമെങ്കിൽ ഈ ഒരു മല കയറിയിൽ ഒരു പ്രശ്നമില്ല ഗൈസ്. ഭയങ്കര സൂപ്പർ. പക്ഷെ അട്ട സൂക്ഷിക്കണം, എപ്പോഴാണ് കയറി കടിക്കാന്ന് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് എൻ്റെ ശ്വാസം വലിക്കുന്ന വെച്ച് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേട്ടാ കേട്ടോ, രാവിലെയൊക്കെ നല്ല സൗണ്ടായിരുന്നു കിളികളുടെ. ബാക്കിൽ ഷൂട്ട് നടക്കുക. ഒടിയൻ ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് മലയൊക്കെ കയറി വന്ന് ഡ്രസ്സൊക്കെ മാറി മേക്കപ്പൊക്കെ ചെയ്തു വീണ്ടും ഒരു ഷൂട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ താമസിച്ച എൻ്റെ ടെൻറ്റ്, എൻ്റെ സ്വന്തം ടെൻറ്റ്. എനിക്കെഴുതി തന്നു. ഈ മുറ്റത്തൊക്കെ കാണുന്ന കുരുമുളകാണ്. സോ ഇനി എല്ലാവരോടും റെഡി ആകാനൊക്കെ പറഞ്ഞ് ഞാൻ പോയി ഒന്ന് ഫോണൊക്കെ ചാർജ് ചെയ്യണം. ആൻഡ് ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ലുക്ക്. ഞാൻ നമ്മുടെ സ്റ്റേ ഒക്കെ കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെയാ വെട്ടാം. സോ നമ്മൾ റെഡിയായി. എന്താ ഇനിയിപ്പോൾ നമ്മൾ താഴത്തോട്ട് പോവാണ്. അതിന് മുന്നേ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ സ്റ്റേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. ഫുൾ കാടാണ് ഗൈസ്, ഫുൾ കാട്. രാത്രിയിലൊക്കെ ഈ കാണുന്ന ബൾബ് കാണാമോ? കത്തിച്ചൊരു ഭയങ്കര വേറൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. സോ അതാണ് ഗൈസ്. നമുക്കിനിയും ഷൂട്ട് എടുക്കാം. കൊള്ളാമോ എൻ്റെ മേക്കപ്പ് ഗൈസ്? ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണാം. ഗൈസ് നമ്മളങ്ങനെ ഷൂട്ടൊക്കെ ഗൈസ് അവിടെ അജിയൊക്കെ എണീറ്റിട്ടുണ്ട്. കുട്ടിയിൽ വെയിലടിച്ചപ്പോഴാണ് എണീറ്റത്. ഇതെന്നെ വരുന്നത്. പിന്നെന്താ, നമ്മള് ഷൂട്ടൊക്കെ കഴിഞ്ഞു. തൗഫിക്ക് വാഷ്റൂമിലാണ് ഗൈസ്. സോറി, എന്നെ സ്റ്റാൻഡേർഡ് വ്ളോഗാണ്, അതൊന്നും പറയാനില്ല. നമുക്ക് എങ്ങനെ ഗൈസ് ഒത്തിരി നാൾക്ക് ശേഷമാണ് ഗൈസ്. പറയാൻ മറന്നുപോയി, ഞാനും അജും കണ്ടിട്ട് 1.5 മാസം കഴിഞ്ഞു ഗൈസ്. അതിനൊരു സ്നേഹം ഇന്ന് ആർക്കില്ല. നീ പറയില്ല, രാവിലെ ഞാൻ നിന്റെ പോയി നിനക്കിട്ടുണ്ടെന്നാ ഫോണിൽ നോക്കിക്കൊണ്ട് വരില്ലേ? കാരണം എന്താണെന്നറിയാവോ, നമ്മൾ കാടാസ്വദിക്കാൻ വന്നവരല്ലേ. നോക്ക്, വ്ളോഗ് എടുക്കട്ടെ. ഗൈസ് നമ്മൾ വ്ളോഗൊക്കെ എടുത്തു, ഒക്കെ സെറ്റായി. ഈ ആൾക്കാർ സൂപ്പറാണ് ഗൈസ്. ഇവിടെ ഇതൊക്കെ പഠിച്ചാ മതി ഗൈസ്, പണിയെടുക്കണ്ട. അജു പണി എങ്ങനെയുണ്ട്? പണി സൂപ്പർ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അതാണ് ഇങ്ങനെ പറഞ്ഞത്. കണ്ടു കഴിയുമ്പോഴത്തേക്ക് അജു പ്രിയപ്പെട്ട സാറിനെ പറ്റി 10 എണ്ണം ഇവള് പറയാറുണ്ട് എല്ലാ ദിവസവും. ഇവിടെ കണ്ടോ കുരുമുളക്, നല്ല പ്രകൃതിമണിയമായ സാധനം. കുരുമുളക്, മുളക് ഒക്കെ ഉണ്ട്. നല്ല രസം. കോഴി, പോത്ത്, പന്നി, പാട്ടി എല്ലാം ഉണ്ട് ഗൈസ്. ഒരു കുടക്കുഴിയിൽ നിന്ന് കുടക്കിഴി ഗൈസ്. അങ്ങനെ ഞങ്ങള് തിരിച്ച് ഷൂട്ടെല്ലാം കഴിഞ്ഞ
ബിസ്ക്കറ്റൊക്കെ കഴിച്ചത് ഇവിടെ ഇരിക്കുകയാണ് എല്ലാവരും. നോക്കൂ, ഇതാണ് ഞങ്ങളുടെ ടെന്റ്. ഇവിടെയാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തത്. ഈ തടിച്ച് എണീറ്റത് ഉച്ചയ്ക്ക്. അപ്പത്തേക്കും അപ്പഴൊന്നും പേസക്കൂടാതെ ഞാൻ രാവിലെ എണീക്കുന്ന കൊച്ചാ. ട്രക്ക് ചെയ്ത് കണ്ടായിരുന്നു ഗൈസ് നിങ്ങളെല്ലാവരും. ഓക്കെ ഗൈസ്, നമുക്ക് പിന്നെ ഇറങ്ങിയിട്ടൊക്കെ കാണാൻ പോയി ഗൈസ്. അങ്ങനെ നമ്മുടെ നീണ്ട സുഖവാസം കഴിഞ്ഞ് നമ്മൾ ഇനി തിരിച്ച് ബാക്ക് ടു വർക്ക് ലൈഫിലോട്ട് പോകുകയാണ്. സോ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഓക്കെ.